ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ തയ്യേനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത് കേട്ടോ. ഇവിടെ ഇതാക്കണ ഈ കാണുന്ന ഒരു 3 ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടും അതുപോലെ മൊത്തം ഒരു 64 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണേ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ തയ്യനി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറ്റാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ടാറിങ് റോട്ട് വന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത്. ഇപ്പൊ ഇതാക്കുന്ന നിലവിൽ ജീപ്പ് പോലത്തെ വണ്ടികളൊക്കെയാണ് വരിക. പിന്നെ വഴി കുറച്ചൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കാറെല്ലാം വീടിന്റെ മിറ്റം വരെ എത്തുകയും ചെയ്യും. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീടിന്റെ മിറ്റം വരെ എത്തണാണ് കേട്ടോ. വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും വീടിന്റെ മിറ്റത്ത് കൊണ്ടുപോയി നിർത്താനൊക്കെ സൗകര്യമുണ്ട്. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടോ. പിന്നെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്നത് നമുക്ക് ഈസ്റ്റളേരി പഞ്ചായത്താണ്. അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് പാലാവയലാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയാ താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ടാണ്. അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ബാക്കി വിശേഷങ്ങളിലൊന്ന് പോയി നോക്കാം. മൊത്തം 3 ബെഡ്റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട് എന്ന് വേണ്ട സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി വീടിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ ഒന്ന് ഇങ്ങോട്ട് വന്ന് നോക്കിക്കേ. ഇതാണ് നമ്മളെ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഫ്രണ്ട് എന്നുള്ള ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നോക്കിക്കേ, ഫുള്ള് നിലമൊക്കെ ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. നമുക്ക് ആദ്യം വീട് കണ്ടു കഴിഞ്ഞിട്ട് പറമ്പൊന്ന് മൊത്തത്തിൽ പോയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ വാ, ഇതാണ് സിറ്റ് ഔട്ടൊക്കെ ഫുള്ള് നിലമൊക്കെ ഫുള്ള് ടൈൽ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതാ ഭിത്തിയിലൊക്കെ കണ്ടില്ലേ, ഫുള്ള് ഭിത്തിയിലാണെങ്കിലും ഒക്കെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചെളിയോ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സുഖം. അതുപോലെ ഒരു 3 കള്ളി ജനൽ ഫ്രണ്ടിലോട്ടുള്ള വ്യൂവിന് 3 കള്ളി ജനലെല്ലാം വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്താണെങ്കിലും ഇവിടെയൊക്കെ ഫുള്ള് ടൈല് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതാ വീടിൻ്റെ ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് നോക്കിക്ക്, ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ്, മെയിൻ ഡോറ്. ഡബിൾ പാളി 2 പാളി ഡോറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല സിമ്പിൾ വർക്കായിട്ടുള്ള ഫുള്ള് മരത്തിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജനൽ, വാതിൽ, കട്ടിലൊക്കെ മരത്തിൻ്റെയാണ്. ഇനി ഇതങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഹാളിലേക്ക് വരുമ്പോൾ അകത്തോട്ടൊക്കെ കയറി വരുമ്പോൾ ഹാളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഹാളാട്ടോ. ഹാളിൽ തന്നെയാണ് നമുക്ക് സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ അത്യാവശ്യം എല്ലാവർക്കും ഇരിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസിന് അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിലൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് അവിടെ ഒരു രൂപക്കൂടെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ തന്നെ. യേശുവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രൂപക്കൂടെല്ലാം ഹാളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ റൂം ഒന്ന് കാണട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ റൂം എന്ന് പറയുന്നത്. റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്. നിലമൊക്കെ ഫുള്ള് ടൈലിട്ടിട്ടുള്ള എല്ലാം എന്താ പറയുക മൊത്തം ടൈലിട്ടിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു 2 കള്ളി ജനൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ഒരു 3 കള്ളി ജനൽ വരുന്നുണ്ട്. പിന്നെ ഇതാ റാക്കുണ്ട്, ഷെൽഫ് ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി വരുന്നുണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സൗകര്യമുള്ള ബാത്റൂമൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ആദ്യത്തെ റൂം കേട്ടോ. ഇനി നമുക്ക് അടുത്ത റൂമുകളും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് കാണാം. പിന്നെ ഇതാ ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെ നമുക്കൊരു വാഷിംഗ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ്. ഇവിടെ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അവിടെ ഉണ്ട് സ്റ്റോറേജ് സ്പേസ്. പിന്നെ നമ്മളെ രണ്ടാമത്തെ റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണുള്ളത്. ഇതാണ് രണ്ടാമത്തെ റൂം. നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ റൂമിൽ 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അലമാരയൊക്കെ ഇട്ട് കഴിഞ്ഞാലൊക്കെ എന്നാലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിലം വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്ത് വലിയ ഷെൽഫെല്ലാം ഉണ്ട്. എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല നീറ്റായിട്ടുള്ള തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ടൊരു 3 കള്ളി ജനലൊക്കെ ഉണ്ട് കേട്ടോ. ജനലാണെങ്കിലൊക്കെ വലിയ ജനൽ തന്നെയാണ്. ജനലിൻ്റെ പാളിങ് സംഭവങ്ങൾ മൊത്തം മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ഇനി ഈ ഒരു ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തയ്യാനിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈസ്കൂളെല്ലാം ഉണ്ട്. അതുപോലെ ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് പാരാവായിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ പള്ളിയിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച് ഇവിടെ 1 കിലോമീറ്ററിൽ തയ്യാനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അമ്പലമാണെങ്കിലൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴാണ് വീടിൻ്റെ അടുക്കള കേട്ടോ. അടുക്കളയൊക്കെ നല്ല സൗകര്യമുള്ള അടുക്കളയാണ്, വലിയ അടുക്കളയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല എന്താ പറയുക, എല്ലാവർക്കും നിന്ന് തിരിയാനൊക്കെ അത്രയും സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് വരുന്നത്, ആലുവ അടുപ്പാണ്.
അടുപ്പിൻ്റെ എല്ലാം ചുറ്റുഭാഗം ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. തുടച്ച് വൃത്തിയാക്കി എടുക്കാനൊക്കെ സുഖമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഗ്യാസ് സ്റ്റവ് എല്ലാം വെക്കാനുള്ള ഒരു പാചകം എല്ലാം ഉണ്ട് ഈ ഒരു ഭാഗത്ത്. പാത്രം കഴുകാനുള്ള സംഭവം എന്താ പറയുക സിങ്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വലിയൊരു പാചകം എല്ലാം വരുന്നുണ്ട്. ഇവിടെ സാധനങ്ങൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തോട്ടുണ്ട്. പിന്നെ റാക്കെല്ലാം ഉണ്ട്, വലിയ ഷെൽഫ് ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് കേട്ടോ. ആ ഒരു ഭാഗത്തോട്ടും ഷെൽഫെല്ലാം ഉണ്ട്. എല്ലാവർക്കും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ വലിയ രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നിലം വേറെ ഡിസൈൻ ടൈലാണ് അടുക്കളയിൽ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കണ്ടില്ല അടുക്കളേൻ്റെ ഒക്കെ വാതിലുണ്ട്. ഇതൊക്കെ മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. ഫുള്ള് മരത്തിൻ്റെ ആണ് വാതിൽ, ജനൽ, കട്ടിൽ എല്ലാ സംഭവങ്ങളും. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാക്കണേ പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് ഇവിടെ നമ്മളെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ വെച്ചാൽ നമുക്ക് എന്താ പറയുക ഷെഡായിട്ട് സ്റ്റോറൂമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് വിറക് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളത് ഒരു ഷെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയാണുള്ളത് കേട്ടോ. അപ്പോൾ വീടിൻ്റെ താഴത്തെ എന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇത്രയും ഉള്ളത്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ റൂം വരെ നമുക്ക് മേലെയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെയർ കണ്ടില്ലേ, ഹാളിൽ തന്നെയാണ് സ്റ്റെയർ എല്ലാം ഉള്ളത്. സ്റ്റെയറിൻ്റെ ടൈലൊക്കെ വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ പിടിയൊക്കെ കണ്ടില്ലേ, നല്ല സ്റ്റീലിൻ്റെ പിടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ വെളിച്ചമാണ് കണ്ടില്ലേ. ഈ ഒരു ഭാഗത്ത് 2 കള്ളി ജനലുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് ഇവിടെ ഒരു 2 കള്ളി ജനലുണ്ട്. അകത്തേക്ക് നല്ലോണം വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഹാളായിട്ട് വലിയൊരു ഹാളായിട്ട് കിടക്കുകയാണ്. വേണമെങ്കിൽ ഇവിടെ ഒരു സോഫ സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വർത്താനം പറഞ്ഞിരിക്കാനോ ഒക്കെ പറ്റും. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ മൂന്നാമത്തെ റൂം വരുന്നത് കേട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ. ഈ ഭാഗത്ത് ഷെൽഫെല്ലാം ഉണ്ട്, തുണി സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനൊക്കെ ഉള്ള ഷെൽഫെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒരു വലിയ 3 കള്ളി ജനൽ ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ട്. ഇതുണ്ടല്ലേ എല്ലാം ഫുള്ള് എന്താ പറയുക ജനലിൻ്റെ പാളിയൊക്കെ ഫുള്ള് മരത്തിൻ്റെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതപ്പോൾ നിലവിൽ ഈ റൂമിൽ 2 കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയും നല്ല സ്പേസ് കിടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ റൂം തന്നെയാണത്. പിന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം, 3 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല സൗകര്യമുള്ള ബാത്റൂമൊക്കെയാണ്. പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് പയ്യന്നൂരിൽ നിന്നൊക്കെ വരാന്നുണ്ടെങ്കിൽ ഒരു 45 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് എന്താ പറയുക കണ്ണൂരിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു 60 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഇനി ഇങ്ങോട്ട് വന്ന് നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു ഭാഗത്ത് ഒരു ബാൽക്കണി ആയിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങോട്ടാണെങ്കിൽ നമുക്ക് എന്താ ഇവിടെ ഒന്ന് ഡ്രസ് വർക്കൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുണികൾ ഉണക്കാനോ അല്ലെങ്കിൽ അടയ്ക്കാ തേങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണക്കാനോ അതിനൊക്കെ പറ്റും. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് വരുന്നുണ്ട്. ഇനി വേണമെങ്കിൽ കുട്ടികൾക്കൊരു എന്താ പറയുക ഡ്രോയിങ് റൂമോ പ്ലേ റൂമോ അങ്ങനെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ പറമ്പിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉള്ളത്. അവിടെ നോക്കി പറമ്പിൽ മൊത്തം ഇതേപോലെ കവുങ്ങ് തെങ്ങ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് പറമ്പിൽ എന്തൊക്കെയുള്ളതൊക്കെ ഒന്ന് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കണം കേട്ടോ. അത് നോക്കി തെങ്ങുണ്ട്, അത്യാവശ്യം നല്ല കായ്ക്കണ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കവുങ്ങും ഏകദേശം അത്യാവശ്യം 10-100ഓളം കവുങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പറമ്പിൽ പോയിട്ട് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കാം നമുക്ക് കേട്ടോ. അപ്പം നമ്മൾ വീടിൻ്റെ അകത്തുനിന്നുള്ള ആ സൗകര്യങ്ങൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് പുറത്ത് പോയി നോക്കാം. അപ്പം നമ്മൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് കുറച്ച് എന്താ പറയുക പറമ്പിൻ്റെ കുറച്ച് താഴെ ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ടുള്ള വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് അതിൻ്റെ ഒരു കുളമൊക്കെ ഉണ്ട്, വറ്റാത്ത വെള്ളമുള്ളൊരു കുളം എല്ലാം ഉണ്ട്. നോക്കി ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അധികം ആഴമൊന്നുമില്ല. ഇത് ഫുൾ ടൈം ഇതേപോലെ ഉണ്ടാവും, വറ്റൊന്നുമില്ല വേനൽക്കൊന്നും. പിന്നെ നമുക്ക് പറമ്പിന്റെ അതിരിനോട് ചേർന്ന് അതേപോലെ തോടൊഴുകുന്നുണ്ട് കേട്ടോ. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേനൽക്കാണേലും വറ്റൊന്നുമില്ല, അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുണ്ടല്ലേ പറമ്പിന്റെ അതിരിനോട് ചേർന്ന് നമുക്ക് ഈ ഒരു തോടുള്ളത് കേട്ടോ. ഇനി ഇതാക്കണേ നമ്മളെ പറമ്പിൽ അതേപോലത്തെ കൊക്കോ ഉണ്ട് കേട്ടോ. കൊക്കോ ഏകദേശം 10-100ഓളം കൊക്കോ ഉണ്ട്. അതിനകത്തൊരു 25ഓളം കൊക്കോ ഇപ്പൊ നന്നായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ. നോക്കി ഇതൊക്കെ അത്യാവശ്യം നല്ല തൈയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കായ്ക്കാറായിട്ടുള്ള കൊക്കോയാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല കായ്ക്കുന്നുണ്ട്. ഈ കാണുന്നൊക്കെ ഇതേപോലത്തെ കായ്ക്കുന്ന ഒരു 25ഓളം കൊക്കോ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പറമ്പിന്റെ ഇവിടുന്ന് ഏകദേശം താഴെ ഭാഗത്തുനിന്നുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് കേട്ടോ. തെങ്ങുണ്ട്, അങ്ങനെ നല്ല കായ്ക്കുന്ന തെങ്ങ് ഒരു 12ഓളം തെങ്ങുണ്ട്. ഇതേപോലെ തേങ്ങൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. കവുങ്ങാണെങ്കിലും ഒരു 100ഓളം കവുങ്ങുണ്ട്. പിന്നെ നോക്കി ഇവിടുന്ന് താഴെ ഭാഗത്തുനിന്നുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്നുള്ള
ഇത് നമ്മളെ പറമ്പിൽ ഇതേപോലത്തെ ജാതി ഒരു 6ഓളം ജാതി ഉണ്ട്. ഇപ്പൊ കായ്ച്ചു തുടങ്ങിയിട്ടുള്ള ജാതിയാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു 6ഓളം തൈ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീടും സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്ന വീടൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. പറമ്പാണേലും നല്ല ആദായം കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു പറമ്പ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ സ്ഥലം വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ തയ്യേനി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ മൊത്തം 64 സെന്റ് സ്ഥലത്തിന് ഈ ഒരു വീടിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ വെറും 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. അപ്പൊ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീട് ചില പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.